മിഷിഗണിലെ സിനഗോഗ് ആക്രമിച്ചത് ഹിസ്ബുള്ള കമാൻഡറുടെ സഹോദരനാണ് എന്ന് ഇവിടെ ഉറപ്പുവരുത്തി ഇസ്രായേൽ പ്രതിരോധ സേന. ഇസ്രായേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരമൊരു സ്ഥിരീകരണം പുറത്തുവരുന്നത്. എന്നാൽ ഇതോടുകൂടി തന്നെ ഇറാൻ ഇനി വെറുതെ ഇരിക്കില്ല എന്നൊരു വസ്തുതാപരമായ കാര്യം കൂടി എടുത്തു പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള കമാൻഡറുടെ സഹോദരനാണ് എന്നതും സിനഗോഗിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി തന്നെ കാർ ഓടിച്ചു കയറ്റി കൊല്ലപ്പെട്ട ഒരു വ്യക്തി അയാളായിരിക്കാം എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. ഇയാളുടെ 2 സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മാർച്ചിൽ ലെബനനിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയിലെ അവിടെ ഒരു ബദർ യൂണിറ്റിലെ ആയുധ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് ഇയാളുടെ സഹോദരൻ ഇബ്രാഹിം മുഹമ്മദ് ഗാസിലാണ് എന്നതാണ് ഇവിടെ IDF വ്യക്തമാക്കിയിരിക്കുന്നത്. ഇബ്രാഹിം മുഹമ്മദ് ഗാസാലി ഒരു ഹിസ്ബുള്ള ഭീകരനാണ് എന്നും യുദ്ധത്തിലുടനീളം തന്നെ ഇസ്രായേൽ സിവിലിയന്മാർക്ക് നേരെ തന്നെ 100 കണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ട യൂണിറ്റിന്റെ കമാൻഡറായി തന്നെ പ്രവർത്തിച്ച വ്യക്തിയാണ് എന്നതാണ് ഇവിടെ വിശദമാക്കിയിരിക്കുന്നത്. ഒരു ഹിസ്ബുള്ള സൈനിക കേന്ദ്രത്തിന് നേരെ തന്നെ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി തന്നെ IDF വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട 2 സഹോദരന്മാരും തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള റോക്കറ്റ് യൂണിറ്റിലെ അംഗങ്ങളാണ് എന്നതാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയിലെ ഇസ്രായേലും ബ്രിട്ടനും അമേരിക്കയും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഭീകര സംഘടനയാണ് എന്നതാണ് കണക്കാക്കുന്നത്. 2011 ലെബനനിൽ നിന്ന് അവിടെ കുടിയേറി ഡയർബോർഡ് എന്ന ഒരു സ്ഥലത്ത് താമസക്കാരനായ 41 വയസ്സുകാരനായ അജ്മൽ മുഹമ്മദ് ഗസാലി ആകട്ടെ അവിടെ നടത്തിയ ആക്രമണത്തിന്റെ പിന്നാലെയാണ് ഈ ലക്ഷ്യങ്ങൾ പോലീസ് ഇത് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. പോലീസുമായുള്ള വെടിവെപ്പിനിടെ തന്നെ വലിയ രീതിയിൽ സ്വയം വെടിവെച്ച് മരിച്ചതായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാളുടെ ട്രക്കിന്റെ പിൻഭാഗത്ത് തന്നെ വൻതോതിൽ സ്ഫോടക വസ്തുക്കളും കനത്ത ദ്രാവങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ കണക്കാക്കുകയും ആക്രമണത്തിനിടെ തന്നെ ഇവയ്ക്ക് തീപിടിച്ചതായും പോലീസ് ഇവിടെ വിശദമാക്കുന്നുണ്ട്. സംഭവത്തിൽ സിനഗോഗിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ സിനഗോഗിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കോ ഇതുവരെയും പരിക്കേറ്റതായി തന്നെ വിവരങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റതായും എന്നാൽ വലിയ രീതിയിൽ പുക ശ്വസിച്ചുകൊണ്ട് 30ഓളം നിയമപാലകർ അവിടെ ചികിത്സ തേടിയതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ടെൽ അവീവിന് തെക്കുള്ള പാൽക്കീം വ്യോമതാവളം ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള മിസൈൽ അയച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ലെബനനിലെ സിദോനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിലെ പ്രമുഖരിൽ ഒരാളായ ഒരു വ്യക്തി കൊല്ലപ്പെട്ടതായി തന്നെ വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ പോലീസ് യൂണിറ്റിൽ ഉഗ്ര സംവിധാനം വഴി തന്നെ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നതാണ് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത്. പടിഞ്ഞാറൻ ഇറാനിൽ തന്നെ ഇസ്രായേൽ സൈന്യം വ്യാപക ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബഹ്റിനിലും സൗദി അറേബ്യയിലും അവിടെ എത്തിയ ഇറാനിയൻ ഡ്രോണുകളെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തടയാൻ സാധിച്ചതായി തന്നെ വ്യക്തമാക്കുന്നു. ഇറാനുമായുള്ള യുദ്ധ സാഹചര്യത്തിൽ ആയുധ സംവിധാനങ്ങൾ ഉൾപ്പെടെ തന്നെ സൈന്യത്തിന്റെ അടിയന്തര ആവശ്യങ്ങൾക്കായി തന്നെ ഇസ്രായേൽ സർക്കാർ ഏകദേശം $82.7 കോടി ഫണ്ട് അനുവദിച്ചതായും വ്യക്തമാക്കുന്നു. അതിനിടെ തന്നെ ഇറാഖിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിയാൻ തങ്ങളുടെ പൗരന്മാരോടും ഇവിടെ US നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.